നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഉണവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പിനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് ഈസ് ആർട്ട് ഇൻ ഇറ്റ്? ആർട്ട് ഇസ് ബേസിക്കലി എ ക്രിയേറ്റീവ് പ്രോസസ്സ് അല്ലേ? ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് ആർട്ട് ആൻഡ് the products that emerge from it. So there are different modalities of art. So വിഷ്വൽ ആർട്ടിൽ വരുമ്പോൾ പെയിൻറ്റിങ്, ഡ്രോയിങ്, സ്കൾപ്ചർ അങ്ങനെ. പിന്നെ മ്യൂസിക് ഇസ് another ഫോം ഓഫ് ആർട്ട്. സോ മ്യൂസിക്കിൽ കമ്പോസിങ് ഉണ്ട്, ഇംപ്രൊവൈസിങ്, സിംഗിങ് ഒക്കെ വരും. ആൻഡ് മൂവ്മെൻറ്റ് ഈസ് another ഫോം ഓഫ് ആർട്ട്. മൂവ്മെൻറ്റിൽ ഡാൻസ് ഉണ്ട്, ഗെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ എംബോഡീഡ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാവും. ദെൻ ഡ്രാമ ഈസ് അനദർ മൊഡാലിറ്റി ഓഫ് ആർട്ട്. ഡ്രാമയിൽ റോൾ പ്ലേയിങ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറേ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡ്രാമയിൽ വരുന്നത്. ഇംപ്രൊവൈസേഷനൊക്കെ വരും. ദെൻ റൈറ്റിംഗ് ഈസ് അനദർ മൊഡാലിറ്റി. റൈറ്റിങ്ങിൽ പോയട്രി, ജേർണലിംഗ്, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ട് ഉണ്ട്. സോ ഈ ഒരു ആർട്ട് തെറാപ്പിയിൽ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിലീസാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുക ആർട്ടിലൂടെ. അതുവഴി ഒരു സെൽഫ് ഡിസ്കവറി, ഒരു എന്താ പറയുക, ഒരു സെൽഫ് അവെയർനെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ആർട്ട് തെറാപ്പി എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ടോക്ക് തെറാപ്പിനെ കുറിച്ച് അറിയണം. ടോക്ക് തെറാപ്പി ഇറ്റ് ഇസ് എ സൈക്കോതെറാപ്പി. ബേസിക്കലി നമ്മൾ CBT എന്നൊക്കെ പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. സോ ടോക്ക് തെറാപ്പിയിൽ ദ പേഴ്സൺ ആക്ച്വലി ദേ ഷെയർ ദർ ഇഷ്യൂസ് ഓർ ദ പ്രോബ്ലംസ് ദ ഫേസിങ് ടു ദി തെറാപ്പിസ്റ്റ്. അപ്പോൾ അവിടെ അത് ആ ഒരു ഓപ്പണിങ് അപ്പ്, ആ ഒരു കാര്യങ്ങൾ, അവരുടെ ഇഷ്യൂസൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോൾ തെറാപ്പിസ്റ്റ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നു. അതിനുള്ളൊരു എന്താ പറയുക, അതെങ്ങനെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് സൊല്യൂഷനൊക്കെ വേണ്ടിയിട്ടാണ് തെറാപ്പിസ്റ്റ് ആക്ച്വലി ദ ഗൈഡ് ദ പേഴ്സൺ ഓർ ഡയറക്റ്റ് ദ പേഴ്സൺ. സോ ആർട്ട് തെറാപ്പിയിൽ ഇങ്ങനെ അവരുടെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്യൂസ് അത് അവിടെ പറയണമെന്ന് നിർബന്ധമില്ല. അതായത് ഈ ആർട്ട് ചെയ്യുന്ന പേഴ്സൺ, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഹി ഓർ ഷീ ഷുഡ് ഷെയർ ദെയർ പ്രോബ്ലംസ് ഓർ ദെയർ ബാക്ക് സ്റ്റോറീസ് പറയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ബേസിക്കലി ഈ ആർട്ട് തെറാപ്പിസ്റ്റ് ആ ആളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ ഗൈഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സെൽഫ് ഡിസ്കവറി ആണ് ഇവിടെ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം. അതിപ്പോൾ ചിലപ്പോൾ ക്യാൻവാസ് ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലേ ഉപയോഗിക്കാം, പല മീഡിയംസ് ഓഫ് ആർട്ട് അങ്ങനെ ഉപയോഗിക്കും. സോ വൺസ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് യു, അത് ആർട്ടിലേക്ക് നമ്മൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ ദെൻ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്നുള്ളൊരു തിയറിയാണ് ഇതിൽ വരുന്നത്. സോ ഇനി ഈ ആർട്ട് ചെയ്യുന്ന ആൾ ഇത് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം അത് എന്താണ് വരക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയിലാണ് ഇത് വരക്കണമെന്നുള്ളതിലല്ല കാര്യം. ഇതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഇൻഫാക്റ്റ് ഇത് വരക്കാൻ അറിയുന്ന ഒരാൾക്കാണ് ഇതിൻ്റെ ഒരു പ്രഷർ വരുന്നത്, ഇത് നല്ലതാവുമോ എന്നുള്ളതൊക്കെ. സോ ബേസിക്കലി നോ സ്കിൽസ് റിലേറ്റഡ് ടു ആർട്ട് ഇസ് നീഡഡ് ടു ഡു ആൻ ആർട്ട് തെറാപ്പി, അല്ലെങ്കിൽ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഇതിനെങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ, സോ ദർ വിൽ ബി ദിസ് therapist. Our therapist will be in the same room with the person, with the client. So ഇവിടെ ഒരു ഗൈഡഡ് വിഷ്വലൈസേഷൻ ഉണ്ടാവും. സോ ബേസിക്കലി ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അപ്പം തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ മനസ്സിലേക്ക് ചില ഇമേജസ്, കുറച്ച് പിക്ചേഴ്സൊക്കെ വരും. സോ അത് അവർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട്, അല്ലെങ്കിൽ ആ ഓഡിയോ കേട്ടിട്ട് ഇവർക്ക് ഉള്ളിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ആർട്ടിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യണം ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി യൂണീക്കാണ്. അത് പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ചെയ്യും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അതിലുണ്ടാവും. അവർ യൂസ് ചെയ്യണ ഷെയ്ഡ്സ്, കളേഴ്സ്, അല്ലെങ്കിൽ ആ ബ്രഷ് സ്ട്രോക്കിൻ്റെ ഡിറക്ഷൻ, അതിൽ കൊടുക്കുന്ന പ്രഷർ, ഇതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെന്ന് ചോദിച്ചു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉള്ളൊരു പേഴ്സൺ വരികയാണ് ടു ഡു ദിസ് തെറാപ്പി. അപ്പോൾ ആ ആൾക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ, അത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വരക്കാൻ പറയും, വിച്ച് ഇസ് റിസർച്ച് ബേസ്ഡ് പ്രൂവൺ ടെക്നിക്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ബേർഡ്സ് നമ്മൾ നെസ്റ്റ് വരയ്ക്കാൻ പറയുമ്പോൾ അതിൽ കിളികളുണ്ടോ അല്ലെങ്കിൽ അതിൽ എഗ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ അതിന് ഓരോ മീനിങ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർ കൊടുക്കുന്ന പ്രഷർ എത്രത്തോളമാണ്, അതിൻ്റെ ഡിറക്ഷൻ, സ്ട്രോക്കിംഗ് ഡിറക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ അവരുടെ കാര്യങ്ങൾ, കഥകൾ പറയണമെന്ന് അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് അവിടെ പറയണമെന്ന് നിർബന്ധമില്ല. ഇഫ് ദേ വോണ്ട് ടു ഷെയർ, ദി തെറാപ്പിസ്റ്റ് ഇസ് ദെയർ ടു ലിസൺ ദം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ വ്യക്തി, ഇത് ചെയ്യപ്പെടുന്ന വ്യക്തി, ആർട്ട് തെറാപ്പി ചെയ്യപ്പെടുന്ന വ്യക്തി എത്രത്തോളം അവരോട് തന്നെ ഓണസ്റ്റ് ആയിട്ടിരിക്കുന്നു, അത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സെഷൻസിലേക്ക് വരാനാണെങ്കിൽ സിംഗിൾ സെഷൻ, ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് സെഷനിലാണെങ്കിൽ ഇത് കൂടുതലൊരു ഡീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനായിരിക്കും ഗ്രൂപ്പ് സെഷൻ വരുന്നത്. അതായത് ജനറൽ സ്ട്രെസ് റിലീവിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിട്രീറ്റിലൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അതും ഇപ്പം റിട്രീറ്റ്സിൽ കാണുകയാണെങ്കിൽ കൂടുതലും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കുന്ന ഒരു ഇടത്തായിരിക്കും അവർ കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നത്. ബിക്കോസ് ഇപ്പം പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് ഓൾറെഡി അവർക്കറിയാം ആളുകളെ ഇനിയും കാണേണ്ടി വരും. പക്ഷേ സ്ട്രേഞ്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് അതൊരു സേഫ് സ്പേസ് ആണ്. സോ ദേ ആർ വെരി ഓപ്പൺ ടു ഷെയർ. കാരണം ആ ഒരു അനോണിമിറ്റിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു കംഫർട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏജ് ജെൻഡർ ഇറസ്പെക്റ്റീവ് ആണ്. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പ് സെഷനിൽ ഇത്ര ഏജ് മുതൽ ഇത്ര ഏജുള്ള ആൾക്കാരാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെയിം ജെൻഡർ അങ്ങനെയൊന്നുമില്ല. അപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരു ഗ്രൂപ്പ് ആകാം, ഏത് ഡിഫറെൻറ്റ് ജെൻഡേഴ്സിലുള്ള ഒരു ഗ്രൂപ്പ് ആകാം. അങ്ങനെ അതിലങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ കോർപ്പറേറ്റ്സിലൊക്കെ ഇത് ഒരുപാട് ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിട്ട് വളരെ ഹൈ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടിട്ട് തന്നെ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടീം ബിൽഡിങ്, വിഷൻ ബോർഡിംഗ് ഒക്കെ അതിന് ആർട്ട് തെറാപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയിൽ ആർട്ട് തെറാപ്പിയുടെ കോഴ്സുകളില്ല, വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇത് കൂടുതലും US, UK കൺട്രീസിൽ ഈ ഒരു ആർട്ട് തെറാപ്പിയുടെ കോഴ്സ് വരുന്നത്. അതായത് അവിടെ നമ്മളിവിടെ ഡോക്ടറിനെ പഠിക്കുന്ന പോലെയൊക്കെ തന്നെ മെഡിസിൻ പഠിക്കുന്ന പോലെ 5 years കോഴ്സ് ആർട്ട് തെറാപ്പിക്ക് വേണ്ടിയിട്ടുണ്ട്. സൂപ്പർവിഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനിലൂടെ നമ്മളിവിടെ എല്ലാം നമ്മുടെ ഹൗസ് ഏജൻസിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ they will be closely working with a psychiatrist. ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ആർട്ടിലൂടെ ആയിരിക്കാം അവരെ കൊണ്ടത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ആർട്ട് തെറാപ്പിസ്റ്റ്. സോ അതാണ് മെയിനായിട്ടും ആ ഒരു ക്ലിനിക്കലിൽ നോക്കണമെങ്കിൽ. കാരണം നമ്മൾ ആ ആർട്ട് തെറാപ്പിസ്റ്റിലേക്ക് നമ്മൾ ചില അങ്ങനത്തെ ക്ലയൻസ് നമ്മൾ അവിടെ സെൻഡ് ചെയ്ത് ആർട്ടിലൂടെ ആയിരിക്കും അവരവരുടെ പ്രശ്നങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ വഴി ആർട്ട് തെറാപ്പിസ്റ്റിന് ഒരു ഇംപ്രഷൻ കിട്ടുക ചെയ്യുന്നത് അവരുടെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവരുടെ ഇഷ്യൂസ് എന്നൊക്കെ നമ്മൾ എന്നിട്ട് അത് സൈക്യാട്രിസ്റ്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബാക്കി അങ്ങനെ ഒരു രീതിയിൽ. നോൺ ക്ലിനിക്കലാണെങ്കിൽ കൂടുതലും ഇമോഷൻസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫിയർ, പേടി, അല്ലെങ്കിൽ ഫീലിങ്സ് ഓഫ് ഗിൽറ്റ്, ഫീലിങ്സ് ഓഫ് ഷെയിം, ഫീലിങ്സ് ഓഫ് ലോസ്. അതായത് ഇപ്പോൾ ഫ്ലഡ് ഫ്ലഡ് വന്ന ടൈമിലൊക്കെ കൂടുതലും ആർട്ട് തെറാപ്പിയൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തൊരു ടൈമാണ്. കൂടുതലും കുട്ടികളിലൊക്കെ. അപ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് കൂട്ടാനൊക്കെ ആർട്ട് തെറാപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പേടിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. അഡൾട്ട്സിനെ സംബന്ധിച്ച് അവർക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും ഇതൊക്കെ ചെയ്യാൻ ആർട്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരത് ചെയ്യും. അവരുടെ പ്രോബ്ലംസ്, ഇഷ്യൂസ് പറയും. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ.
സോ അതുകൊണ്ടിട്ട് തന്നെ അവരിൽ ആർട്ട് തെറാപ്പി വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ ആർട്ട് തെറാപ്പിയിലൂടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന നമ്മളുടെ നെഗറ്റീവ് തോട്ടിൽ ഒരു റിഫ്രേമേഷൻ, ഒരു പോസിറ്റീവ് തോട്ട് ആക്കി എടുക്കുക എന്നുള്ളത് കൂടി നമ്മളിവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഐ കാൺ ഡൂ ദിസ് എന്നുള്ളതിനെ ഐ ആം ഇനഫ് എന്നുള്ളൊരു പോസിറ്റീവ് റീഫ്രെയിമിങ് തോട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഗോള്. ആൻഡ് ആർട്ട് തെറാപ്പി ഇറ്റ്സ് എ വെരി മൈൻഡ്ഫുൾ ആക്ടിവിറ്റി. കാരണം ഇത് നമ്മൾ ആർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ അതിൽ മാത്രമായിരിക്കും നമ്മൾ അവരോട് ചെയ്യാൻ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും എന്നാണ്, വിച്ച് ഈസ് എ ഗുഡ് സ്ട്രെസ് റിലീവിങ് ടെക്നിക്. സോ ആർട്ടിലൂടെ നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ്, ഒരു ഇമോഷണൽ റിലീസാണ് ആർട്ട് തെറാപ്പി. അതുപോലെ ഒരു സെൽഫ് ഡിസ്കവറിയാണ്, സെൽഫ് അവെയർനെസ് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. താങ്ക് യു.